ഹായ്. ആ എക്സ്പെരിമെന്റിനായി തിരഞ്ഞെടുത്തത് പയറ് ചെടികളെ ആയിരുന്നു. ഒരു തരത്തിലുള്ള ബീജകോശം മാത്രമേ. അപ്പൊ ഈ രണ്ട് ബീജകോശങ്ങൾ തമ്മിൽ കൂടിച്ചേരും, അല്ലെങ്കിൽ ഒരു സ്മോൾ ടീം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അസനിഷ രാജു. വെൽക്കം ടു മൈ ക്ലാസ് റൂം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പുതിയ ന്യൂ ചാപ്റ്ററിലോട്ട് കിടക്കുവാണ്. 6th ചാപ്റ്റർ, അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലോട്ട് തന്നെ കിടക്കാം. സോ പഠിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം പുസ്തകങ്ങൾ തുറക്കുക പഠിക്കാനായിട്ട്. പിന്നെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതോടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല. ദയവായി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൂടെ നിങ്ങൾ തുറന്നു വയ്ക്കാം. അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഹെറിഡിറ്റിയെ പറ്റി പഠിക്കുന്നുണ്ട്, വേരിയേഷൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, RNA, DNA, ക്രോമസോംസ്, സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കിടക്കുന്നതിന് മുൻപ് കുറച്ച് ടേംസ് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറയുന്നത് പാരൻസിൽ നിന്ന് സെയിം അതേപോലത്തെ ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിന് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെറിഡിറ്റി എന്ന് പറയുന്നത്. പാരൻസിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് കിട്ടുന്ന ചില സ്വഭാവ ഗുണങ്ങളെ നമ്മൾ എന്ത് പറയുന്നു, ഹെറിഡിറ്റി എന്ന് നമ്മൾ പറയുന്നു. ഇനി വേരിയേഷൻസ് എന്ന് പറയുന്നത് ചില സ്വഭാവ ഗുണങ്ങൾ പാരൻസിൽ ഇല്ലാത്ത ചില ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഹെറിഡിറ്റി എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് പാരൻസിൽ നിന്ന് കുഞ്ഞുങ്ങളിൽ കിട്ടുന്നതിന് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നു. വേരിയേഷൻസ് എന്ന് പറയുന്നത് ചില ക്യാരക്ടേഴ്സ് പാരൻസിൽ ഇല്ലാത്ത ചില ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, വേരിയേഷൻസ് എന്ന് പറയുന്നു. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, വേരിയേഷൻ എന്ന് പറയുന്നു. ഇനി ഒരു ടേം കൂടെ ഉണ്ട്, ഓഫ് സ്പ്രിങ്. ഓഫ് സ്പ്രിങ്സ് എന്ന് വെച്ചാൽ സന്തതികൾ, കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അർത്ഥം പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ തൊട്ട് നേരത്തെ പറഞ്ഞു ഹെറിഡിറ്റി, പാരൻസിൽ നിന്ന് കുഞ്ഞുങ്ങളിലോട്ട് കിട്ടുന്നതിന് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയും. പക്ഷെ ജനറ്റിക്സ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളെന്ന പേരല്ല, അല്ലെങ്കിൽ ആ ഒരു വേർഡ് ടേം അല്ല നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എക്സാം പേപ്പറിൽ കണ്ടാലും നിങ്ങൾ വിചാരിക്കേണ്ട ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞത് സന്തതികൾ, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞൊരു വേർഡ് മീനിങ് ആയിരിക്കും അവർ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 ടേമാണ് നമ്മൾ പുതിയതായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ജനറ്റിക്സ് എന്ന് വെച്ചാൽ എന്തെന്നാണ്. ജനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. തൊട്ട് നേരത്തെ പറഞ്ഞു ഹെറിഡിറ്റി എന്താണെന്നും വേരിയേഷൻ എന്താണെന്നും. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന പഠനത്തെ നമ്മൾ പറയുന്ന പേരാണ് ജനറ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റിലോട്ട് നോക്കാം. ദ ട്രാൻസ്മിഷൻ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പാരൻസ് ടു ഓഫ്സ്പ്രിങ്സ് ഈസ് ടേംഡ് ആസ് ഹെറിഡിറ്റി. നേരത്തെ പറഞ്ഞു പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിലേക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിനെ, ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് പറയുന്നു, ഹെറിഡിറ്റി എന്ന് നമ്മൾ പറയുന്നു. The features seen in the offsprings that are differ from their parents are called variations. ചില സ്വഭാവ ഗുണങ്ങൾ പേരൻസിൽ നിന്ന് വ്യത്യസ്തമായ ചില സ്വഭാവ ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ വേരിയേഷൻസ് നമ്മൾ പറയുന്നു. The branch of science that deals with the heredity and variations is called genetics. ഹെറിഡിറ്റിയെ പറ്റിയിട്ടും വേരിയേഷൻസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പഠനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, ജനറ്റിക്സ് എന്ന് നമ്മൾ പറയുന്നു. ഇനി ഹു ഈസ് എ ഫാദർ ഓഫ് അവർ ജനറ്റിക്സ്. ജനറ്റിക്സിന്റെ ഫാദർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിഹർ ജോഹാൻ മെൻറ്റൽ ഈസ് എ ഫാദർ ഓഫ് അവർ ജനറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രിഹർ ജോഹാൻ മെൻറ്റൽ നടത്തിയ പഠനം എന്ന് പറയുന്നത് വേരിയേഷൻസിനെ പറ്റിയിട്ടും ഹെറിഡിറ്റിയെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ജനറ്റിക്സ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയും വേരിയേഷനെ കുറിച്ചും പഠിക്കുന്ന പഠനത്തെയാണ് നമ്മൾ ജനറ്റിക്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഗ്രിഹർ ജോഹാൻ മെൻറ്റൽ സ്റ്റഡി നടത്തിയത് ഈ ഹെറിഡിറ്റിയിലും വേരിയേഷൻസിനെ പറ്റിയിട്ടും അറിയാനുള്ള എക്സ്പെരിമെൻറ്റ് പഠനങ്ങളും ആയിരുന്നു ഈ ഗ്രിഹർ ജോഹാൻ മെൻറ്റൽ നടത്തിയത്. അപ്പോൾ ഈ വേരിയേഷനെ പറ്റിയും ഈ ഒരു ഹെറിഡിറ്റിനെ പറ്റിയും കൂടുതലായി പഠിക്കാൻ വേണ്ടി ഗ്രിഹർ ജോഹാൻ മെൻറ്റൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ എക്സ്പെരിമെൻറ്റിനായി തിരഞ്ഞെടുത്തത് പയറ് ചെടികളെ ആയിരുന്നു, പീ പ്ലാന്റ്സിനെ ആയിരുന്നു ഗ്രിഹർ ജോഹാൻ മെൻറ്റൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിനായിട്ട് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടായിരിക്കും ഗ്രിഹർ ജോഹാൻ മെൻറ്റൽ ഈ പയറ് ചെടിയെ തന്നെ തിരഞ്ഞെടുത്തത്? കാരണം ഈ പയറ് ചെടി 7 തരത്തിലുള്ള 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാസ്റ്റ് ക്യാരക്ടേഴ്സ് കാണിച്ചിരുന്നു എന്നിരുന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ 7 തരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങൾ, വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഈ പയർ ചെടികൾ കാണിച്ചത് കൊണ്ടാണ് ഈ ഗ്രിഹർ ജോഹാൻ മെൻറ്റൽ പയർ ചെടിയെ തന്നെ ഈ ഒരു പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്. ഇനി എന്തൊക്കെ വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും പയർ ചെടിക്ക് ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാര്യം പൊക്കത്തിലുണ്ടാകുന്ന വ്യത്യാസം. പൊക്കം എന്ന് പറഞ്ഞാൽ ചില പയർ ചെടികൾ ടോളായിരിക്കും, ചിലത് ഡോർഫായിരിക്കും. രണ്ടാമത്തെ പറഞ്ഞ സൈസ് ഓഫ് ദ സീഡിൻ്റെ സൈസ്, ഷേപ്പ് ഓഫ് ദ സീഡ്, ഷേപ്പിലുണ്ടാവുന്ന വ്യത്യാസം. പൊസിഷൻ ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ചില പൂകൾ
ചില പീ പ്ലാന്റ്സിൽ പൂ പൂക്കുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കും, ചിലതിലോ സൈഡിലായിരിക്കും, ചിലത് ഏറ്റവും താഴ്ഭാഗത്തായിരിക്കും. പൂ പൂക്കുന്ന പൊസിഷനിലുണ്ടാവുന്ന വ്യത്യാസം. പിന്നെ കോട്ടിലിടലിലുണ്ടാകുന്ന വ്യത്യാസം. കോട്ടിലിടൽ എന്ന് പറയുന്നത് സീഡിലത്തെ ഉള്ളിലത്തെ കവറിങ്ങിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കോട്ടിലിടൽ എന്ന് പറയുന്നു. ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കാണിച്ചിരുന്നത് കൊണ്ടാണ് ഗൃഹ ജോഹാൻ മെൻഡൽ പീ പ്ലാന്റ്സിനെ തന്നെ തിരഞ്ഞെടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. He formulated the laws of inheritance by analyzing the inheritance of characters like height of the plants, ചെടികളുടെ പൊക്കം, position of the flowers, shape of the seed, color of the seed coat, color of the cotyledon, color of the fruit, shape of the fruit. ഇതൊക്കെയായിരുന്നു 7 തരത്തിലുള്ള ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് പീ പ്ലാന്റ്സ് കാണിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൃഹ ജോഹാൻ മെൻഡലിലെ ആദ്യ പരീക്ഷണത്തിലോട്ട് കിടക്കുവാണ്. അതിനായിട്ട് ആദ്യ പരീക്ഷണത്തിനായിട്ട് ഗൃഹ ജോഹാൻ മെൻഡൽ തിരഞ്ഞെടുത്തത് ഒരേ സ്വഭാവത്തിൽ മാത്രം വ്യത്യാസം കാണിക്കുന്ന 2 പയറ് ചെടികളെ തിരഞ്ഞെടുത്തു. എന്താണ്? ഒരേ സ്വഭാവത്തിൽ മാത്രം വ്യത്യാസം കാണിക്കുന്ന 2 പയറ് ചെടികളെ ഗൃഹ ജോഹാൻ മെൻഡൽ തിരഞ്ഞെടുത്തു. എന്ന് വെച്ചാൽ പൊക്കത്തിന്റെ കാര്യത്തിൽ മാത്രം വ്യത്യാസം കാണിക്കുന്ന 2 ചെടികൾ. പൊക്കത്തിന്റെ കാര്യത്തിൽ മാത്രം വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് ചോളായിരിക്കും, ഒന്ന് ഡോർഫായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാതെ പൊക്കത്തിന്റെ കാര്യത്തിലും വ്യത്യാസം കാണിച്ചിട്ട് സീഡിന്റെ ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസമുള്ള 2 പയർ ചെടികൾ അല്ല ഗൃഹ ജോഹാൻ മെൻഡൽ തിരഞ്ഞെടുത്തത്. ഒരേ സ്വഭാവത്തിൽ മാത്രം വ്യത്യാസം കാണിക്കുന്ന 2 ചെടികൾ. ദാറ്റ് മീൻ പൊക്കത്തിന്റെ കാര്യത്തിൽ ടോളും ഡോർഫും ആയിട്ടുള്ള 2 പയർ ചെടികളെ ആദ്യ പരീക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ഗൃഹ ജോഹാൻ വിചാരിച്ചു നമുക്ക് ഇവ രണ്ടും തമ്മിൽ ക്രോസിംഗ് നടത്താം, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നടത്താമെന്ന് ഗൃഹ ജോഹാൻ മെൻഡൽ തീരുമാനിച്ചു. അപ്പോൾ ഈ പീ പ്ലാന്റ്സിന്റെ ജീനോടൈപ്പ് എഴുതുകയാണെങ്കിൽ, ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജീനുകളുടെ ക്രമീകരണം നമ്മൾ എഴുതുകയാണെങ്കിൽ, ടോൾ പീ പ്ലാന്റ്സിനെ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ഡോർഫ് ഉയരം കുറഞ്ഞ പീ പ്ലാന്റ്സിനെ നമ്മൾ സ്മോൾ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി നമ്മൾ ടോളും ഡോർഫുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പാരന്റ്സ് ആണ്. ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഗൃഹ ജോഹാൻ മെൻഡൽ തിരഞ്ഞെടുത്തത് പാരന്റൽ പ്ലാന്റ്സ് ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോളും ഡോർഫും ആയിട്ട് ഗൃഹ ജോഹാൻ മെൻഡൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ എവിടെ ഹൈബ്രിഡൈസേഷൻ ക്രോസിംഗ് ആര് തമ്മിലാണ് നടക്കുന്നത്? ബീജകോശങ്ങൾ തമ്മിലാണ്, ഗ്യാമീറ്റ്സുകൾ തമ്മിലാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ബീജകോശം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതാണ് ക്യാപിറ്റൽ ടി. എവിടെ സ്മോൾ ടി ആണെങ്കിൽ ഒരു തരത്തിലുള്ള ബീജകോശം മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻ സ്മോൾ ടി. അപ്പോൾ ഈ 2 ബീജകോശങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഈ 2 ബീജകോശങ്ങൾ തമ്മിലാണ് കൂടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ജനറേഷൻ ടോൾ എന്ന പ്ലാന്റ്സ് മാത്രം ഉണ്ടായത്? അപ്പോൾ ഗൃഹ ജോഹാൻ മെൻഡലിന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് F1 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാം ഉയരം കൂടിയ ചെടികളായിരുന്നു. എന്തുകൊണ്ട് ഉയരം കൂടിയ ചെടികൾ വന്നു? ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന 2 വ്യത്യസ്ത ഘടകങ്ങളാണ്. ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് തന്നെ സ്മോൾ ടിക്ക് അവിടെ സ്ഥാനമില്ല. എന്ന് വെച്ചാൽ സ്മോൾ ടി എന്ന് വെച്ചാൽ ഡോർഫ്. ഈ ഡോർഫിന് അവിടെ സ്ഥാനമില്ല, അത് ഹിഡൻ ആയിരിക്കും. അതിൻ്റെ ക്യാരക്ടേഴ്സ് പുറത്തോട്ട് കാണിക്കത്തില്ല. അപ്പോൾ ഈ F1 ജനറേഷൻ എല്ലാം എന്ത് തന്നെ ആയിരിക്കും? ടോള് തന്നെ ആയിരിക്കും. ഒന്നുകൂടെ കട്ട് പറഞ്ഞുതരാം. ഗൃഹ ജോഹാൻ മെൻഡൽ ഒരേ സ്വഭാവത്തിൽ മാത്രം വ്യത്യാസമുള്ള 2 പയർ ചെടികളാണ് തിരഞ്ഞെടുത്തത്. ദാറ്റ് മീൻ ക്യാപിറ്റൽ ടി നമ്മൾ സൂചിപ്പിക്കുന്നത് ഉയരം കൂടിയ പയർ ചെടിയെ, സ്മോൾ ടി എന്ന് പറയുന്നത് നമ്മൾ ഉയരം കുറഞ്ഞ പയർ ചെടിയെ നമ്മൾ സൂചിപ്പിക്കുന്നു. ഇനി ഇത് പാരന്റൽ പ്ലാന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ക്രോസിങ്ങിനായിട്ട് മെൻഡൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ആര് വേണം? ബീജകോശങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി ഒരു തരം ബീജകോശം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻ ക്യാപിറ്റൽ ടി. സ്മോൾ ടി എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ബീജകോശം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻ സ്മോൾ ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്താണ് ക്രോസിംഗ് നടത്തിയപ്പോൾ എന്താണ് റിസൾട്ട് കിട്ടിയത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഒരു ഇതിൽ 2 വ്യത്യസ്ത ഘടകങ്ങളുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ ടിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്മോൾ ടി ഹിഡൻ ആയിരിക്കും. സ്മോൾ ടി എന്ന ക്യാരക്ടർ പുറത്തോട്ട് കാണിക്കത്തില്ല. അപ്പോൾ ഗൃഹ ജോഹാൻ മെൻഡലിന് കിട്ടിയ ആദ്യ പരീക്ഷണത്തിൽ മുഴുവൻ ചെടികളും ഉയരം കൂടിയ ചെടികളായിരുന്നു. എന്ന് വെച്ചാൽ ടോൾ ആയിട്ടുള്ള
പീ പ്ലാന്റ്സ് ആയിരുന്നു ഗ്രിഹ ജൊഹാമെന്റിലെ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ കിട്ടിയത്. ക്ലിയർ? അതാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. When the plant that differs in the pair of contrasting traits are hybridized, the only one trait is expressed while other remains hidden in the offsprings of first generation. ആദ്യ ജനറേഷനിൽ ഒരു തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ട്രൈറ്റ് മാത്രമേ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിലുള്ള സ്വഭാവം മാത്രമേ പുറത്തോട്ട് കാണിക്കത്തുള്ളൂ. ദാറ്റ് മീൻ അവിടെ ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ സ്മോൾ ടിക്ക് ഒരു പ്രാധാന്യവും ഇല്ല. ക്യാപിറ്റൽ ടി എന്ന സ്വഭാവം, ദാറ്റ് മീൻ ടോൾ എന്ന സ്വഭാവം മാത്രമേ പുറത്തോട്ട് കാണിക്കത്തുള്ളൂ. ഇതുവരെ ഒന്നും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഗ്രിഹ ജൊഹാമെന്റിന് ആദ്യത്തെ പരീക്ഷണത്തിൽ കിട്ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി, എല്ലാ പ്ലാന്റ്സും ടോളായി. അപ്പോൾ ഗ്രിഹ ജൊഹാമെന്റിൽ വിചാരിച്ചു എല്ലാം ടോളായി പോയില്ലേ, നമുക്ക് ഇനി ഒരു എക്സ്പെരിമെന്റ് കൂടെ ചെയ്തു നോക്കാം. അതിനായിട്ട് ആദ്യ പരീക്ഷണത്തിൽ കിട്ടിയ ചെടികളെ തന്നെ, ആദ്യ പരീക്ഷണത്തിൽ കിട്ടിയ സസ്യങ്ങളെ തന്നെ സെൽഫ് പോളിനേഷന് വിധേയമാക്കി. സ്വപരാഗണം, സെൽഫ് പോളിനേഷൻ വെച്ചാൽ എന്താണ്? സ്വപരാഗണത്തിന് വിധേയമാക്കി. സ്വപരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ചെടിയിൽ തന്നെ പരാഗണം നടത്തും. ദാറ്റ് മീൻ ആ ഒരേ ചെടിയിൽ തന്നെ ആ ചെടിയിലുള്ള ബീജകോശം എന്ന് വെച്ചാൽ പോളൻസും ആ ചെടിയിലുള്ള സ്റ്റിഗ്മയിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യും, പരാഗണം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ചെടിയിൽ തന്നെ പരാഗണം ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് സ്വപരാഗണം, സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ ചെടിയിലുള്ള ബീജകോശങ്ങൾ, ദാറ്റ് മീൻ പോളൻസും അതേ ചെടിയിലുള്ള സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പരാഗണം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് പോളിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ആദ്യ ജനറേഷനിൽ കിട്ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി, രണ്ടും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഇത് മെയിൽ ക്യാരക്ടേഴ്സ് നമുക്ക് വയ്ക്കാം, ഇത് ഫീമെയിൽ ക്യാരക്ടർ എന്ന് വയ്ക്കാം. നമുക്ക് ആരാവശ്യമാണ്? ബീജകോശങ്ങൾ ആവശ്യമാണ്, ഗ്യാമേറ്റ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ടി മാത്രം ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്യാരക്ടർ ഫുൾ ആവത്തില്ല, അല്ലെങ്കിൽ ഒരു സ്മോൾ ടി മാത്രം ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്യാരക്ടർ ഫുൾ ആവത്തില്ല. രണ്ട് ലെറ്റേഴ്സ് വേണം. ദാറ്റ് മീൻ ക്യാപിറ്റൽ ടി ചേർന്നാൽ മാത്രമേ ഒരു ടോൾ എന്ന് പറയത്തുള്ളൂ. സ്മോൾ ടി ചേർന്നാൽ മാത്രം നമ്മളതിന് ഡോർഫ് നമ്മൾ പറയത്തുള്ളൂ. സോ ഇത് നമ്മൾ മെയിൽ എന്ന് കരുതി കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യും ഗ്യാമിറ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് ഫീമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യും ഗ്യാമിറ്റ്സ്, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ എവിടെ എഴുതുക? ഈ ഇതിനെ തന്നെ, ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എവിടെ ക്യാപിറ്റൽ ടി എന്ന് ഈ കോളത്തിൽ സ്മോൾ ടി നിങ്ങൾ എഴുതുക. എന്ന് വെച്ചാൽ അതവിടെ ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. മുകളിൽ എഴുതിയിരിക്കുന്നത് അവർ ജസ്റ്റ് അവർ ഗ്യാമിറ്റുകൾ അവർ സർക്കിൾ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ ടി സ്മോൾ ടിയും കൂടെ എഴുതിക്കോളൂ. അപ്പം നമുക്ക് മെയിൽ ഗ്യാമിറ്റ്സും ഫീമെയിൽ ഗ്യാമിറ്റ്സും കിട്ടി. ഇനി നമ്മൾ ബീജകോശങ്ങൾ തമ്മിലാണ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ ഈ മെയിൽ ക്യാപിറ്റൽ ടിയും ഈ ഫീമെയിൽ ക്യാപിറ്റൽ ടിയുമായിട്ട് കൂടി ചേരുമ്പോൾ ക്യാപിറ്റൽ ടി കിട്ടും. ഈ ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ടി ആയിട്ട് കൂട്ടിച്ചേരും. മെയിൽ ക്യാപിറ്റൽ ടിയും ഫീമെയിൽ ക്യാപിറ്റൽ ടി ആയിട്ട് കൂട്ടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി കിട്ടും. ഈ മെയിൽ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ക്യാപിറ്റൽ ടി ആയിട്ട് കൂട്ടിച്ചേരുമ്പോഴാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടിയത്. ഇനി അടുത്ത ക്യാരക്ടറായ സ്മോൾ ടി നമ്മൾ എടുക്കാൻ പോവാണ്. ഈ മെയിൽ സ്മോൾ ടിയും എവിടെ ഉള്ള ക്യാപിറ്റൽ ടിയുമായിട്ട് കൂട്ടിച്ചേരുന്ന ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. ഇനി സ്മോൾ ടിയും കൂടെ കൂട്ടിച്ചേരുമ്പോൾ സ്മോൾ ടി കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഗ്യാമിറ്റുകൾ തമ്മിലാണ് നമ്മൾ ക്രോസിങ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടിയും മെയിലും ഫീമെയിലും ആണിത്. ഈ മെയിലും ഫീമെയിൽ ക്യാപിറ്റൽ ടിയും കൂടെ കൂട്ടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി കിട്ടും. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടെ കൂട്ടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. സ്മോൾ ടി ക്യാപിറ്റൽ ടിയും കൂട്ടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി കൂടെ കൂട്ടിച്ചേരുമ്പോൾ സ്മോൾ ടി. ഇനി നമ്മളുടെ റിസൾട്ട് പറയുവാണെങ്കിൽ സെക്കൻഡ് ജനറേഷനിലെ ചെടി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെക്കൻഡ് ജനറേഷനിലെ ചെടി എന്ന് പറയുന്നത് ഒന്നാമത്തത് ടോളാണ്, ക്യാപിറ്റൽ ടി ഉണ്ട്. അപ്പോൾ രണ്ടും ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് തന്നെ അവിടെ ടോൾ ക്യാരക്ടർ തന്നെ പുറത്ത് കാണിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോൾ പ്ലാന്റ്സ് തന്നെ ആയിരിക്കും. രണ്ടാമത്തത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. ഞാൻ ആദ്യമേ F1 ജനറേഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു വന്നു, ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ അവിടെ ഏതിനായിരിക്കും സ്ഥാനം കൂടുതൽ? ക്യാപിറ്റൽ ടിക്ക് ആയിരിക്കും സ്ഥാനം കൂടുതൽ. അപ്പോൾ ഇതും ടോൾ തന്നെയാണ്. രണ്ടാമത്തത് ഇതും സ്മോൾ ടി ക്യാപിറ്റൽ ടി. എവിടെ ആരുണ്ട്? ക്യാപിറ്റൽ ടി ഉണ്ട്. അപ്പോൾ ആർക്ക് തന്നെയാണ് സ്ഥാനം? ക്യാപിറ്റൽ ടിക്ക്. അപ്പോൾ ഇതും ടോൾ തന്നെ ആയിരിക്കും. നാലാമത്തത് സ്മോൾ ടി രണ്ടും സ്മോൾ ടി ആയത് കാരണം ഡോർഫ് തന്നെ ആയിരിക്കും. പൊക്കം കുറഞ്ഞ ചെടികൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഡോർഫാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റേഷ്യോ എഴുതുവാണെങ്കിൽ F2 ജനറേഷനിൽ കിട്ടിയത് 3:1 ആണ്.
3:1 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 3 ടോളും 1 ഡോർഫുമാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ റേഷ്യോ നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതി വെക്കുക. ഇതിൻ്റെ റേഷ്യോ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? 3:1 ആണ് സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയ റേഷ്യോ. 3 സൂചിപ്പിക്കുന്നത് 3 ടോളും 1 എന്ന് പറയുന്നത് 1 ഡോർഫുമാണ്. ഇനി അടുത്ത 2 ടേം നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താണ് റിസസീവ് ക്യാരക്ടർ, എന്താണ് ഡോമിനന്റ് ക്യാരക്ടർ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ, ദാറ്റ് മീൻ എവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ഉണ്ടായി. അപ്പൊ എന്താണ്? ക്യാപിറ്റൽ ടി ആണ് ടോൾ എന്ന ഇതാണ് എക്സ്പ്രസ് ചെയ്തത്, സ്മോൾ ടി എക്സ്പ്രസ് ചെയ്തില്ല. എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡോമിനന്റ് ക്യാരക്ടേഴ്സ് നമ്മൾ പറയും. ഇനി ഹിഡൻ ആയിട്ടിരിക്കുമല്ലോ, ഈ സ്മോൾ ടി എവിടെ ഹിഡൻ ഇല്ലേ? ഇപ്പൊ ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ടി മാത്രമായിരിക്കും എടുത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ മാത്രമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എടുത്ത് കാണിക്കാത്ത സ്മോൾ ടി നമ്മൾ എന്തെന്ന് പറയുന്നു? റിസസീവ് ക്യാരക്ടർ നമ്മൾ പറയുന്നു. അപ്പോൾ എന്താണ് ഡോമിനന്റ് ക്യാരക്ടർ, എന്താണ് റിസസീവ് ക്യാരക്ടർ? നമ്മൾ F1 ജനറേഷനിലായിരുന്നാലും F2 ജനറേഷനിലായിരുന്നാലും ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ഉണ്ട്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോളിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു ടോൾ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടി ഉണ്ട്, ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട്. ഡോർഫ് ഹിഡൻ ആണ്, അവിടെ ഹിഡൻ ആയിട്ടുള്ള സ്വഭാവം കാണിക്കുന്നില്ല. അങ്ങനെയുള്ള നമ്മൾ എന്തെന്ന് പറയുന്നു? റിസസീവ് ക്യാരക്ടർ എന്നും. എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ പുറത്തോട്ട് കാണിക്കുന്ന ക്യാരക്ടേഴ്സിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഡോമിനന്റ് ക്യാരക്ടർ എന്നും ഇവിടെ പറയുന്നു. ഇതുവരെ ക്ലിയർ ആയോ? അപ്പോൾ ഗ്രഹ ജോഹാൻ മെന്റൽ ആദ്യത്തെ പരീക്ഷണത്തിൽ കിട്ടിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിനെ സൂചിപ്പിക്കാൻ 2 ഫാക്ടേഴ്സ് വേണം. എന്താണ്? ഒരു ക്യാരക്ടറിനെ സൂചിപ്പിക്കാൻ 2 ഫാക്ടേഴ്സ് വേണം. ദാറ്റ് മീൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇതാണ് ഒന്നാം കൺക്ലൂഷനിൽ എത്തിയത്. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞത് ചില ക്യാരക്ടേഴ്സ് മാത്രമേ പുറത്ത് കാണിക്കൂ, ചിലത് പുറത്ത് കാണിക്കില്ല. ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞത് റിസസീവ് ക്യാരക്ടറും ഡോമിനന്റ് ക്യാരക്ടറും. എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയുന്നു. എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടേഴ്സിനെ നമ്മൾ റിസസീവ് ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്നു. ഇനി മൂന്നാമത്തെ കൺക്ലൂഷനിൽ എത്തിയതെന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ജനറേഷനിൽ കാണിക്കാത്ത ചില സ്വഭാവ ഗുണങ്ങൾ സെക്കൻഡ് ജനറേഷനിൽ കാണിക്കും. എന്താണ്? ഫസ്റ്റ് ജനറേഷനിൽ മൊത്ത ചെടികളും ടോളായി, പക്ഷെ സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് ഡോർഫ് നമുക്ക് കിട്ടി, ഉയരം കുറഞ്ഞ ചെടി നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ഗ്രഹ ജോഹാൻ മെന്റലിലെ കൺക്ലൂഷൻ. എന്താണ് ഫസ്റ്റ് കൺക്ലൂഷൻ പറഞ്ഞത്? എന്താണ്? ഒരു ക്യാരക്ടറിനെ കാണിക്കാൻ 2 ഫാക്ടേഴ്സ് വേണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡോമിനന്റ് ക്യാരക്ടർ ഉണ്ടായിരിക്കും, റിസസീവ് ക്യാരക്ടർ ഉണ്ടായിരിക്കും. പുറത്തോട്ട് കാണിക്കുന്നത്, പുറത്തോട്ട് കാണിക്കാത്ത ഫാക്ടേഴ്സും ഉണ്ടാവും. മൂന്നാമത്തേന്ന് പറയുന്നത് എന്താണ്? ഒന്നാം തലമുറയിൽ കിട്ടാത്ത കാര്യങ്ങൾ, കാണിക്കാത്ത കാര്യങ്ങൾ രണ്ടാം തലമുറയിൽ കാണിക്കുമെന്നാണ് ഗ്രഹ ജോഹാൻ മെന്റലിന്റെ 2ാം പരീക്ഷണത്തിൽ കിട്ടിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് സത്യമായി ഞാൻ ഇതുവരെ ഇന്ന് എടുക്കുന്നുള്ളൂ, കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങളത് ഇത്രയും പഠിക്കുക. ഞാൻ ഉടനെ തന്നെ നെക്സ്റ്റ് പാർട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ നിർത്തിയത്. അപ്പോൾ നമുക്ക് F1 ജനറേഷനും കിട്ടി, സെക്കൻഡ് ജനറേഷനും കിട്ടി. F1 ജനറേഷനിൽ ഒരേ സ്വഭാവത്തിൽ മാത്രം വ്യത്യാസമുള്ള 2 ചെടികൾ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷൻ മൊത്തം ടോളായിരുന്നു. രണ്ടാം തലമുറയെന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ സസ്യങ്ങളെ തന്നെ സ്വപരാഗണത്തിന് വിധേയമാക്കി, സെൽഫ് പോളിനേഷന് വിധേയമാക്കി. അപ്പോൾ അതിന് കിട്ടിയ 3:1 എന്ന റേഷ്യോ ആയിരുന്നു. 3 ചോളും 1 ഡോർഫുമാണ് നമുക്ക് കിട്ടിയത്. വളരെ എളുപ്പമാണ്, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടി എഴുതുകയും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ നിങ്ങൾക്ക് സ്ലാഷ് ഇട്ട് ഫില്ല് ചെയ്ത് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു കോമൺ സെൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല. ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളെന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് റിസസീവ് ക്യാരക്ടർ, എന്താണ് ഡോമിനന്റ് ക്യാരക്ടർ. നിങ്ങൾക്ക് മലയാളത്തിലേക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇടാം, ഇംഗ്ലീഷിലുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ, കുഴപ്പമില്ല. അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾക്കത് കാര്യം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് റിസസീവ് ക്യാരക്ടർ, എന്താണ് ഡോമിനന്റ് ക്യാരക്ടർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹു ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. 2 ക്വസ്റ്റ്യൻസിനും എന്തായാലും നിങ്ങൾ മറുപടി അയയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഞാൻ ഒന്നുകൂടെ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, നോ ഇഷ്യൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് മാത്രമേ ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.